വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള ഹർജി ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും. കേന്ദ്ര സർക്കാർ ഇന്നു തന്നെ നിലപാട് അറിയിച്ചേക്കും. നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടണം എന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്കും വിദേശകാര്യ മന്ത്രാലയത്തിനും ഇതിനോടകം പരാതി നൽകിയിട്ടുണ്ട്. ഈ വ്യാഴാഴ്ചയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എസ് ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിലപാട്, അതോടൊപ്പം സുപ്രീംകോടതി ഹർജി പരിഗണിക്കുന്നതും ഇന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. രോഹിണി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും നയതന്ത്ര ഇടപെടലുകൾ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് വിവിധ തലങ്ങളിൽ നടക്കുന്നുണ്ട്. ഒന്ന്, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച ഒരു വശത്ത് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും നയതന്ത്ര പ്രതിനിധികളുടെയും ഭാഗത്തു നിന്നും ആ ഭാഗത്തും ചർച്ച നടക്കുന്നുണ്ട്. ആ രീതിയിൽ ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഇന്ന് ഈ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലെത്തുന്നത്. ഇന്ന് ഈ ഹർജിയിന്മേൽ കേന്ദ്ര സർക്കാർ നിലപാട് അറിയിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേന്ദ്രത്തിൻ്റെ നിലപാട് കൂടി മനസ്സിലാക്കിയ ശേഷമായിരിക്കും അന്തിമമായ ഒരു തീരുമാനം സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടാകാൻ പോകുന്നത്. ഇതിനോടകം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അവിടുത്തെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമായും ഈ മരിച്ച വ്യക്തിയുടെ കുടുംബാംഗങ്ങളുമായും ചർച്ച നടത്തിയിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള അനുകൂല തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.